ഉമാ തോമസ് MLAക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ നൃത്തപരിപാടി സംഘടിപ്പിച്ച മൃദംഗ വിഷൻ ഹൈക്കോടതിയെ സമീപിച്ചു. മുൻകൂർ ജാമ്യം തേടിയാണ് കോടതിയിൽ ഹർജി നൽകിയത്. അതിനിടെ പരിപാടിക്ക് അനുമതി തേടി GCDAക്ക് മൃദംഗ വിഷൻ നൽകിയ അപേക്ഷയുടെ പകർപ്പ് 24 ലഭിച്ചു. S ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമ, ഇവർ നൽകിയ അപേക്ഷയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? അതനുസരിച്ചുള്ള നടപടികളാണോ യഥാർത്ഥത്തിൽ കലൂർ സ്റ്റേഡിയത്തിൽ നടന്നത്? ഹൈക്കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയിലും എന്തൊക്കെ കാര്യങ്ങൾ സംഘാടകർ മൃദംഗ വിഷൻ പറഞ്ഞിട്ടുണ്ട്? വിജയകുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൃദംഗ വിഷൻ 2024 ഓഗസ്റ്റ് മാസത്തിൽ 23-ാം തീയതിയാണ് കോർപ്പറേഷന് GCDAക്ക് ഇതുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിക്കുന്നത്. ഈ അപേക്ഷയിൽ 12,000 പേർ പങ്കെടുക്കുന്ന പരിപാടിയാണ് എന്നും അതിന് അനുമതി നൽകണമെന്നുള്ള ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. അതായത് 4 മാസത്തോളം സമയമുണ്ടായിട്ടും ഇതിന്റെ സുരക്ഷാ പരിശോധനകളടക്കം നടത്തുന്നതിൽ GCDAക്കും ബന്ധപ്പെട്ട വകുപ്പുകൾക്കും വീഴ്ച സംഭവിക്കുന്നെന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ഈ അപേക്ഷ. കൃത്യമായ പരിശോധനകൾ ഉണ്ടായിരുന്നെങ്കിൽ, സുരക്ഷാ പരിശോധനകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു അപകടം അവിടെ ഉണ്ടാകില്ലായിരുന്നു എന്ന് ഈ അപേക്ഷയുടെ കാലയളവ് തന്നെ വ്യക്തമാക്കുന്ന കാര്യമാണ്. ആ അപേക്ഷയുടെ പകർപ്പാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് ഈ മൃദംഗ വിഷന്റെ മാനേജിംഗ് ഡയറക്ടർ നികോഷ് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മുൻകൂർ ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത്. കേസിൽ ഈ നികോഷ് കുമാറിനെ ഉൾപ്പെടെ പോലീസ് തിരയുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഇതിന്റെ ഇവന്റ് മാനേജറായിരുന്ന കൃഷ്ണകുമാറിനെ പാലാരിവട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന പാലാരിവട്ടം സ്റ്റേഷനിലാണ് കൃഷ്ണകുമാർ ഇപ്പോൾ ഉള്ളത്. കൃഷ്ണകുമാറിനെ ചോദ്യം ചെയ്തു വരികയാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് കൃഷ്ണകുമാറിനെ കസ്റ്റഡിയിലെടുത്ത വിവരം സ്ഥിരീകരിക്കാൻ ഇവർ തയ്യാറാകുന്നുമില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 4 മാസം മുമ്പ് ലഭിച്ച ഒരു അപേക്ഷയിലാണ്, മൃദംഗ വിഷൻ നൽകിയ അപേക്ഷയിൽ കൃത്യമായ പരിശോധനകളോ തീരുമാനങ്ങളോ ഇല്ലാതെ ഇരുന്നതാണ് ഇന്നലെ ഒരു ജനപ്രതിനിധിക്ക് ഗുരുതരമായി പരിക്കേൽക്കാൻ ഇടയാക്കിയത് എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. അപേക്ഷയിൽ തന്നെ അപേക്ഷ നൽകിയ തീയതി ഓഗസ്റ്റ് 23 ആണ് എന്ന് സൂചിപ്പിക്കുന്നു. 12,000 ഡാൻസർമാരെ പങ്കെടുപ്പിക്കും. സിനിമാ താരമായിരുന്ന ദിവ്യ ഉണ്ണി അടക്കമുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കും. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് തുടങ്ങിയ വിവരങ്ങളും ഈ അപേക്ഷയിൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. ചടങ്ങിൽ സാക്ഷികളാകാൻ ആളുകളെത്തും, അതിൽ VIP-കൾ ഉണ്ടാകും, മന്ത്രിമാരുണ്ടാകും, ജനപ്രതിനിധികൾ ഉണ്ടാകും. അത്തരം കാര്യങ്ങൾ ഇവർ ഈ നൽകിയ അപേക്ഷയിൽ പറഞ്ഞിരുന്നില്ലേ? ഈ സ്റ്റേഡിയം ഈ ചടങ്ങിന് 12,000 നർത്തകർ പങ്കെടുക്കുന്ന ചടങ്ങ് എന്നതിനപ്പുറത്തേക്ക് അതിന് സാക്ഷ്യം വഹിക്കാൻ എത്തുന്ന ജനപ്രതിനിധികളോ അല്ലെങ്കിൽ മന്ത്രിമാരോ അടക്കമുള്ളവർ ഉണ്ടാകും. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളെ പറ്റിയൊന്നും ഈ അപേക്ഷയിൽ ഈ മൃദംഗ വിഷൻ സൂചിപ്പിച്ചിട്ടേ ഇല്ല, അല്ലേ? വിജയകുമാർ, ഇത് നിലവിൽ അനുമതി തേടിയുള്ള അപേക്ഷയാണ്. പക്ഷേ ആ അപേക്ഷയിൽ പോലും പറയുന്നുണ്ട്, മൃദംഗ വിഷനും സിനിമാ നടിയായിരുന്ന ദിവ്യ ഉണ്ണിയും ഒക്കെ ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയാണിത്. അതുകൊണ്ട് തന്നെ 12,000 ഡാൻസർമാരുണ്ടാകും. അപ്പോൾ തന്നെ എത്ര പേർ പങ്കെടുക്കുമെന്നുള്ളതിനെ കുറിച്ച് GCDAക്ക് വളരെ കൃത്യമായ കണക്കുണ്ടായിരുന്നു. പിന്നീട് ഈ പരിപാടി കാണാൻ വരുന്നവരുടെ എണ്ണത്തെക്കുറിച്ചും കൃത്യമായിട്ട് ബോധ്യം ഉണ്ടാകേണ്ടതാണ്. പക്ഷേ 4 മാസം മുമ്പ് ഇത്തരമൊരു അപേക്ഷ ലഭിച്ചിട്ടും അതിന്റെ സുരക്ഷാ പരിശോധനകളോ മറ്റോ GCDAക്ക് മാത്രമല്ല, ഒരുപക്ഷെ ഇതിന്റെ സുരക്ഷാ അനുമതിക്ക് വേണ്ടി അപേക്ഷ GCDA പോലീസിനും ഫയർഫോഴ്സിനും ഒക്കെ കൈമാറിയിരിക്കാം. അവരും ഒന്നും ചെയ്തിരുന്നില്ല എന്നുള്ളതിന്റെ ഉറപ്പാണ്. കാരണം ഇന്നലെ ഒരു അപകടം ഉണ്ടായെങ്കിൽ, ഈ സുരക്ഷാ പരിശോധനകളിൽ ഏതെങ്കിലും കൃത്യമായി നടന്നിരുന്നുവെങ്കിൽ ഇത്തരം ഒരു അപകടം ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. 4 മാസം മുമ്പാണ് അവർ ഈ അപേക്ഷ നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് തങ്ങളെ അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട മുൻകൂർ ജാമ്യം തേടിക്കൊണ്ട് ഈ സ്ഥാപനത്തിന്റെ ഉടമ നികോഷ് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ തങ്ങൾ അനുമതി തേടിയതാണ്. അതിന്റെ പരിശോധനകൾ നടത്തേണ്ടത് ആ സ്ഥാപനമാണ്, ബന്ധപ്പെട്ട അധികാരികളാണ്. അതിൽ വീഴ്ച സംഭവിച്ചത് തങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്നുള്ളതാണ് ഹൈക്കോടതിയെ സമീപിച്ച മുൻകൂർ ജാമ്യ ഹർജിയിൽ ഇവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അപേക്ഷ കോടതി എങ്ങനെ പരിഗണിക്കണമെന്ന് കണ്ടറിയണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 4 മാസം മുൻപ് ലഭിച്ച ഈ ഒരു അപേക്ഷയിൽ കൃത്യമായ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നോ, പരിശോധനകൾ നടന്നിരുന്നോ എന്ന് വ്യക്തമാക്കേണ്ടത് GCDA ആണ്. ഇന്ന് രാവിലെ GCDAയുടെ ഉദ്യോഗസ്ഥർ, എഞ്ചിനീയർമാരൊക്കെ പരിശോധനയ്ക്ക് അവിടെ എത്തിയിരുന്നു. പക്ഷേ അപകടം ഉണ്ടാകുന്നതിന് മുൻപ് ഇതേ എഞ്ചിനീയർമാർ അവിടെ പരിശോധന നടത്തിയിരുന്നോ, പരിശോധനയിൽ വീഴ്ചകൾ കണ്ടെത്തി തിരുത്താൻ ആവശ്യപ്പെട്ടിരുന്നോ എന്നുള്ളത് GCDA വ്യക്തമാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റു വകുപ്പുകളും ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ MLA ഗുരുതരമായി പരിക്കേറ്റ വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ആ സ്ഥാപനം നൽകിയ അപേക്ഷ വരുന്നത്. ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നത്. വിജയകുമാർ, ഏതാണ്ട് 4 മാസം മുൻപാണ് GCDAക്ക് മൃദംഗ വിഷൻ ഇക്കാര്യത്തിൽ അനുമതി തേടി അപേക്ഷ നൽകുന്നത്.
അപ്പോൾ ഇത്രയും മാസങ്ങൾക്ക് മുമ്പ് കിട്ടിയ ഒരു അപേക്ഷയിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ എന്ന് വെച്ചാൽ ഇതിലെ സുരക്ഷാ പരിശോധന അടക്കം നടത്തുന്നതിൽ എന്തെങ്കിലും വീഴ്ച GCDAക്ക് ഉണ്ടായിട്ടുണ്ടോ, പോലീസിനോ ഫയർഫോഴ്സിനോ ബന്ധപ്പെട്ട സുരക്ഷാ ഏജൻസികൾക്കോ ഉണ്ടായിട്ടുണ്ടോ എന്നതുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. നേരത്തെ കാര്യങ്ങൾ അറിയിച്ചിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇതിൻ്റെ നടത്തിപ്പുകാർ ഇപ്പോൾ ഹൈക്കോടതിയിൽ അവരുടെ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. അത് കോടതി പിന്നീട് പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോലീസ്, ഫയർഫോഴ്സ്, GCDA തുടങ്ങിയ ഏജൻസികളെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഈ മൃദംഗ വിഷൻ ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.